അപ്പോൾ അത് ഞെടുപ്പില് പച്ച കളർ മാറിക്കഴിഞ്ഞ് ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. മുറിക്കാവുന്നത്. ഇതുണ്ടോ, മൊത്തം മഞ്ഞ കളറായി. അത് ശരി. അപ്പൊ അങ്ങനെ എടുത്താലാണ് നല്ല നല്ല പഴം. അതെ. ഇതിന് ഷെൽഫ് ലൈഫ് എത്രയുണ്ട്? ഇതിപ്പോ ഇങ്ങനെ പറിച്ചു വെച്ച ഒരു 4-5 ദിവസം സുഖമായിട്ടിരുന്നോളൂ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അവിടെ ഇരുന്നോളൂ. ഓ ശരി. പിന്നെ ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇച്ചിരിയുടെ ടേസ്റ്റ് കൂടാറുണ്ട്. ഒരു കഴിക്കാനൊരു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആണ്. നമുക്കൊന്ന് മുറിച്ചാലോ? ആയിക്കോട്ടെ. ഇങ്ങനെ വരഞ്ഞ് കണ്ടിക്കുക. ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഓ ശരി ശരി. ഇങ്ങനെ ഇപ്പൊ ഇതിനകത്ത് 4 വിത്തുണ്ട്. സാധാരണ എത്ര വിത്ത് വരെയൊക്കെ ഉണ്ടാവാറുണ്ട്? സാറിന് ഇതിൽ 3 വിത്താ കാണാറുള്ളൂ. അപ്പുറത്തെ മരത്തിലാണ് ഒറ്റ വിത്തുള്ളൂ. ഈ വിത്ത് നട്ട് മുളപ്പിക്കാമോ? പോവാ. നമ്മളിപ്പോ നിലയിൽ നട്ടേക്കുന്ന വിത്ത് മുളപ്പിച്ച് നട്ടേക്കുന്ന. എന്നിട്ട് ഇത് നമ്മള് എങ്ങനെയാ ഇത് കഴിക്കുന്നത്? ഇനിയിപ്പോ ഇത് സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂണിന് സ്കൂപ്പ് ചെയ്ത് കഴിച്ചാൽ മതി. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് സ്പൂണില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ കൃഷിയിടത്തിലായതുകൊണ്ടാണ് വേണ്ടത്ര സാമഗ്രികളൊന്നും അതിനു വേണ്ടി കരുതിയില്ല. രാജേട്ടൻ ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം. എന്താ ടേസ്റ്റ്? ഇതിന്റെ നല്ല മധുരമുണ്ട്. ഇപ്പൊ വേനലായതുകൊണ്ട് ഇപ്പൊ നല്ല മധുരമുണ്ട്. അത് ശരി. മധുരമുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാ. ഒരു കരിക്ക് കഴിക്കുന്ന പോലെ. പിന്നെ ഒരു കാരാമിൽക്കിന്റെ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ചെറിയ ഫ്ലേവർ ഉണ്ട് കേട്ടോ. കാരാമിൽക്ക്, ചോക്ലേറ്റിന്റെ ഒരു ചെറിയൊരു ടേസ്റ്റ്. ശരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ പൊന്മുടിയിലാണ്. പൊന്മുടിയിൽ ഏതാണ്ട് 4-5 വർഷക്കാലമായി പഴവർഗ്ഗ കൃഷി നടത്തിയ ഒരു കർഷകന്റെ അരികിലാണ്. ശ്രീ ബാബു, നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ വീട് എവിടെയാണ്? എന്റെ വീട് തൊടുപുഴ. ഇവിടെ വന്ന് ഇത്തരം ഒരു കൃഷി നടത്താനായിട്ട് തോന്നിയൊരു കാര്യം എന്താ? നേരത്തെ ഇതിനകത്ത് റബ്ബറായിരുന്നു. അപ്പൊ റബ്ബറിന് വിലയില്ലാത്ത കാരണം ഒരു മാർഗം ആലോചിച്ചതാണ്. അങ്ങനെയാണ് ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാന്ന് വെച്ചത്. അതിനകത്ത് ഇപ്പൊ എന്തെല്ലാം ഉണ്ട് നമുക്ക് ഈ കൃഷിയിടത്തില്? നമുക്ക് അവക്കാഡോ ഉണ്ട്, റംബുട്ടാൻ ഉണ്ട്, അബിയു, പ്ലാവ്, മാവ്. ഇപ്പൊ നമ്മൾ കായ്ച്ച് പഴുത്ത് വിളവെടുക്കാറായ ഒരു അബിയുവിന്റെ അരികിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ. ഈ അബിയു എത്ര നാളായി കായ്ച്ചു തുടങ്ങിയിട്ട്? ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് 3 വർഷം. ഇതിനൊരു 5-6 വർഷം പഴക്കമുള്ള തയ്യ മരമാണ്. അപ്പൊ ഒരു നട്ടാൽ ഒരു 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. അതെ. ഈ കായുടെ ഒരു പ്രത്യേകത എന്താണ്? ഈ കായ നമുക്ക് വിളവെടുക്കേണ്ട ഒരു സമയം എപ്പോഴാണത്? ഇത് ഇതിന്റെ ഞെടുപ്പിന്റെ അവിടെ കൂടെ ഒരു മഞ്ഞ കളർ കയറി കഴിയുമ്പോ നമുക്ക് എടുക്കാം, പറിക്കാറാവും. ഇത് എന്താ വളപ്രയോഗം കൊടുത്തത് ഈ അബിയുന്? സാധാരണ ജൈവവളങ്ങളും രാസവളങ്ങളും. എല്ലാത്തിനും വളം ഇട്ട് പോകുമ്പോ ഇതിന് ഇട്ട് പോകും. പ്രത്യേകിച്ച് അതിനൊരു വളം ഇല്ല. ഇപ്പൊ കടലപ്പിണ്ണാക്കാണെങ്കിൽ അത് എല്ലാത്തിനും കൊടുക്കും. പൂക്കുന്ന ഒരു കാലം എങ്ങനെയുണ്ടോ? എല്ലാ ഘട്ടത്തിലും ഇത് പൂക്കൾ ഉണ്ടാവാറുണ്ടോ? 365 ദിവസം പൂവുണ്ട്. പക്ഷെ ഈ ഒരു മരം നമുക്ക് വർഷത്തിലൊരു 3-4 തവണത്തെ കായ ഉണ്ടാവും. ഓ ശരി. വേറൊരു മരത്തേലാണെങ്കിൽ വർഷത്തിൽ 1 തവണ കായ ഉണ്ടാവും. അത് ഈ മരത്തേല? ഈ മരത്തേൽ അതില് വർഷത്തിൽ 1 തവണ പൂവുണ്ടാവുള്ളൂ, അല്ല കായ ഉണ്ടാവുള്ളൂ. പക്ഷെ എപ്പോഴും പൂവുണ്ടാവും. ശരി. അങ്ങനെ ഇതിന് ആൺ പെൺ അങ്ങനെ വ്യത്യാസമുണ്ടോ? അങ്ങനെ ഡീറ്റെയിൽ വെച്ച് അറിയില്ല. നമ്മള് ഈ 2 തൈ വെച്ച് അത് കായ്ച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഇനി പുതിയത് വെച്ചേക്കുന്ന തൈകളാ. അതൊക്കെ ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞെങ്കിൽ അതല്ല കായാവുള്ളൂ. ഇവിടെ ഒരു വല കിടക്കുന്നുണ്ട്, വലയിട്ട് സംരക്ഷിക്കുക. വല ഇടണം. വല ഇട്ടില്ലെങ്കിൽ പക്ഷികളുടെ ശല്യം വളരെ കൂടുതലാണ്. എന്നിട്ടും പക്ഷികൾ കയറുന്നുണ്ട്. ഇത് അതെ ശല്യമായിട്ടുണ്ട്, പട്ടികൾ കയറുന്നുണ്ട്. അത് വല ശരിക്കും നമുക്ക് കവർ ചെയ്യാനുള്ള ഇത് കിട്ടിയില്ല, അതുകൊണ്ട് പറ്റിയതാ. അപ്പോ ഇവിടെ എല്ലാം മഞ്ഞ നിറത്തിൽ ധാരാളം പഴങ്ങൾ ഉണ്ടെങ്കിലും അത് അങ്ങ് പറയണത് ശരിക്ക് ഈ മഞ്ഞ നിറം മുഴുവനായിട്ട് പഴത്തിൽ പടർന്നു കഴിയുമ്പോഴാണ് പറിക്കേണ്ടത്. അതെ. അപ്പൊ ഇത് പറിക്കാറായി അല്ലേ? ഒരു കരിക്ക് കഴിക്കുന്ന പോലെ. പിന്നെ ഒരു കാരാമിൽക്കിന്റെ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ചെറിയ ഫ്ലേവർ ഉണ്ട് കേട്ടോ. കാരാമിൽക്ക്, ചോക്ലേറ്റിന്റെ ഒരു ചെറിയൊരു ടേസ്റ്റ്. ശരി. അങ്ങനെ സാറൊന്ന് കഴിച്ചു നോക്കി. ഞാൻ കഴിക്കാം. അപ്പൊ എന്തായാലും അബിയു കൃഷിയിടത്തിൽ നിന്ന് തന്നെ വിളവെടുത്ത് കഴിക്കാന്ന് പറയുന്നത് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സാധാരണ 3 കായൊക്കെ കാണാറുള്ളൂ. അതെ. ഇത്തരം 4 കായുണ്ട്. സാറിന് കൂടുതലും 3 കായ. അപ്പൊ ഇടുക്കി ജില്ലയിലെ പൊന്മുടിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അബിയുവിന്റെ വിളവെടുപ്പ് കാലമായാൽ അബിയു വാങ്ങാവുന്നതാണ്. ഈ കൃഷിയിടത്തിലെ അബിയു മാത്രമല്ല, മറ്റു പഴവർഗ്ഗ വിളകളും കൂടിയുണ്ട്. കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴേക്കും റംബുട്ടാൻ വിളവെടുപ്പാകും. അതോടൊപ്പം തന്നെ അവക്കാഡോ, അതുപോലെ തന്നെ വ്യത്യസ്ത ഇനം പ്ലാവുകളെല്ലാം ഈ കൃഷിയിടത്തിലുണ്ട്. എന്തായാലും അബിയുവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.